ഇതും ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് ഫ്രൈഡ് കോക്കനട്ട് പ്രോൺസും ഫ്രൈഡ് സ്ക്വിഡും പിന്നെ നല്ല പാഷൻ ഫ്രൂട്ട് സോസും. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്ക്. ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് ഞാൻ ചെമ്മീൻ കുറച്ച് ഹെഡുമൊക്കെ റെഡിയാക്കി, കുറച്ച് ഹെഡ് ഫുൾ കളഞ്ഞിട്ടില്ല, പിന്നെ സ്ക്വിഡ് നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ഒരു എഗ്ഗ്, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ പെപ്പറും ഇട്ടിട്ട് അതിനെ നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതായത് ഈ ചെമ്മീനിലും സ്ക്വിഡിലൊന്നും അധികം ഫ്ലേവേഴ്സ് കിട്ടത്തില്ല, ജസ്റ്റ് സോൾട്ട് പെപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ പാഷൻ ഫ്രൂട്ട് സോസ് ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 2 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്, അതൊരു 3/4 കപ്പോളം ആയിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, നല്ല റെഡ് കളറിലിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു പാനിൽ ഒരു 3/4 കപ്പ് 2 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്, അതങ്ങനെ തന്നെ ഇടുക. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് വിസ്ക് മാത്രം, അതിന് സ്പൂൺ ഉപയോഗിക്കേണ്ട, വിസ്ക് വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ആ ഷുഗറൊക്കെ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ച് ആ നല്ല റെഡ് കളറിലെ ക്യാപ്സിക്കം ക്രഷ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതും വിസ്ക് ചെയ്ത് യോജിപ്പിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് അനുവദിക്കണം. ഒന്ന് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സിമ്മറിൽ റെഡ്യൂസ് ചെയ്യാം. നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം പാല് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണെങ്കിൽ 1/2 കപ്പ് ക്രീം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ 1/2 കപ്പ് പാലും യൂസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെയും വിസ്ക് ചെയ്ത് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ, വേണ്ട ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു എരിവ് വേണമല്ലോ, അപ്പോൾ അതിന് ഞാൻ കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചില്ലി ഫ്ലേക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് 1/2 കപ്പ് ക്രീമിൽ ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് മുഴുവൻ ക്രീം പോന്നിട്ടില്ല, ഞാൻ വടിച്ച് അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുന്ന കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കുറച്ച് ക്രീം ഒഴിച്ചിട്ടുള്ളൂ, അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി ക്രീമും കൂടെ ഞാൻ വടിച്ച് ആഡ് ചെയ്ത് കണ്ടു. ഇപ്പോൾ നമുക്ക് ആ കോൺഫ്ലവർ തിക്കനാവുന്ന നല്ല ക്രീമി ആയിട്ടുള്ള സോസായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനത് ചേർക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. അതൊരു 2 ടീസ്പൂൺ വൈറ്റ് വൈന് അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പാഷൻ ഫ്രൂട്ട് സോസ് റെഡിയാകും. ഇത് നമുക്ക് ഫ്രൈഡ് ഫിഷിൻ്റെ കൂടെ, ഫ്രൈഡ് ചെമ്മീൻ്റെ കൂടെ, ഫ്രൈഡ് സ്ക്വിഡിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം. മൃണാൾ വന്നപ്പോൾ ഞാൻ കൊടുത്താണ്, മൃണാൾ നല്ല അഭിപ്രായം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തേങ്ങയെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യണം, വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഒന്ന് അതിൻ്റെ ചെറുതായിട്ട് അതൊന്ന് വിട്ട് കിട്ടും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെമ്മീൻ ഒന്ന് പരട്ടിയിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട്, അത് ഫുള്ളങ്ങ് കോട്ടായിട്ട് ഇരിക്കത്തില്ല, നല്ല ചൂടായ എണ്ണയിൽ വറക്കുമ്പം നല്ല ഹൈ ഹീറ്റിൽ വേണം വറക്കാനായിട്ട്. അപ്പം നമുക്ക് ഇടുമ്പോൾ തന്നെ ആ തേങ്ങ തീരെ കുറച്ചങ്ങ് ഓയിലിൽ പോകുമ്പോൾ അത് കുഴപ്പമില്ല. നിങ്ങളെന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ചൂടായി അത് ഫ്രൈ ചെയ്തൊരു 3 മിനിറ്റ്സ് മതി പ്രോൺസ് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് കോരിയെടുക്കുകയാണ്. ആ കോരിയെടുക്കുന്ന കൂട്ടത്തിൽ ആ കോക്കനട്ട് വറുത്തതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കോരിയെടുക്കണം. അപ്പോഴാണ് അത് ആ ചെമ്മീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ കോക്കനട്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ സെക്കൻഡ് പോർഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തുണ്ടായിരുന്ന ആ കോക്കനട്ടും കൂടെ നമുക്ക് വടിച്ചതും ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ളൂ, അതിനെയും വടിച്ച് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ചെമ്മീനും ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഓരോന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കോക്കനട്ടിൻ്റെ നല്ലൊരു ക്രഞ്ചി ടേസ്റ്റും ഒരു സ്വീറ്റ് ടേസ്റ്റും നമുക്ക് കിട്ടും ആ ചെമ്മീൻ കഴിക്കുമ്പം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ടേസ്റ്റാണത്. കോക്കനട്ട് മുരിഞ്ഞിങ്ങനെ വരുമ്പം ആ ചെമ്മീൻ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എണ്ണയിൽ കിടക്കുന്ന കോക്കനട്ട് നമ്മൾ കളയാതെ ഇതുപോലെ അങ്ങ് ആ എണ്ണയിൽ നിന്ന് നമുക്ക് മാക്സിമം എടുക്കാവുന്നത് എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ സ്ക്വിഡ് വറക്കുമ്പോൾ നമുക്ക് അത് കോരിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. പക്ഷേ ആ മാക്സിമം എടുക്കാവുന്നത് നമ്മൾ എടുക്കുക. അപ്പോൾ സ്ക്വിഡ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫ്ലവറിലൊന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കുകയാണ്, ഓരോരോ പീസായിട്ട് ഡസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെമ്മീൻ വറുത്ത ആ എണ്ണയിൽ തന്നെ, ചെമ്മീൻ വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ നമുക്ക് സ്ക്വിഡ് ഇട്ട് കൊടുക്കാം. സ്ക്വിഡിനും ഒരു 2 to 3 മിനിറ്റ്സ് മതി കുക്കിംഗ് ടൈം. അത് നല്ല മൊരിഞ്ഞ് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് വേണം ഇത് രണ്ടും കൂടെ വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. ഇത് കണ്ടു, ഇപ്പോൾ ആ എണ്ണയിൽ കിടന്ന് സ്ക്വിഡ് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫിഷും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് വേണമെങ്കിൽ ചെയ്യാം.
എല്ലാ സീ ഫുഡും ഈ പ്രിപ്പറേഷൻ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്ക്വിഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതും കുക്കായിട്ടുണ്ട്. അതിനെ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പാഷൻ ഫ്രൂട്ട് സോസും വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അതിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് കുറച്ച് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതോ പാഴ്സലി അരിഞ്ഞതോ ഒക്കെ ഇട്ട് സെർവ് ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ ടേസ്റ്റ് ആവുന്നില്ലേ, അത് അതേ നല്ല ക്രീമി നല്ല പാഷൻ ഫ്രൂട്ട് സോസും സീ ഫുഡും കൂടെ ഒന്ന് കഴിച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. ഇപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഓണിയനും ഇട്ട് ഗാർണിഷ് ചെയ്തൊരു ഭംഗിക്ക്, അത്രയേ ഉള്ളൂ. പക്ഷേ ആ കോക്കനട്ട് ഫ്രൈ ചെയ്തതും ഈ സ്പ്രിംഗ് ഓണിയനും ചെമ്മീനും എല്ലാം കൂടെ കഴിക്കുമ്പോൾ വളരെ രുചിയാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി ഞാൻ കൊടുത്തവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക.